ലോകത്ത് ക്രിസ്ത്യാനിറ്റീസ് രണ്ട് വിധമാണ്. ഒന്ന് കത്തോലിക്കയും അക്കത്തോലിക്കരും. കത്തോലിക്ക സഭാ വിശ്വാസികൾ പോപ്പ് എന്ന പരമാധികാരിയുടെ കീഴിലും, അക്കത്തോലിക്ക വിശ്വാസികൾ പോപ്പിന്റെ കീഴിലല്ലാതെ വിഘടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ വിഘടനം എന്ന് പറയാൻ കഴിയില്ല, അവ സ്വതന്ത്രമായിട്ട് അവരുടേതായ ഒരു സ്വയം ഭരണ അധികാരത്തിൽ ലോകത്തിടനീളം വ്യാപിച്ചെടുക്കുന്ന അകോലിത്ത സഭകളും. കത്തോലിക്ക സഭയുടെ ആസ്ഥാനം വത്തിക്കാൻ സിറ്റിയാണ്. വത്തിക്കാൻ എന്ന ചെറിയ രാജ്യമാണ്. 500 ഏക്കർ ലാൻഡ് ഭൂപ്രദേശത്തിന്റെ അധിപനാണ് മാർപ്പാപ്പ. മാർപ്പാപ്പയ്ക്ക് വത്തിക്കാനിൽ ഭൗതികാധികാരവും രാഷ്ട്രീയ അധികാരമുണ്ട്. അദ്ദേഹത്തെ ഒരു രാഷ്ട്രത്തലവനായാണ് പരിഗണിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ ലോകത്ത് എല്ലായിടത്തുമായിട്ട് കത്തോലിക്ക സഭ വ്യാപിച്ചു കിടക്കുന്നു. 23 വ്യക്തിസഭകളും ലാറ്റിൻ സഭ ഉൾപ്പെടുന്നതാണ് കത്തോലിക്ക സഭ. ലാറ്റിൻ സഭയുടെ അധിപനാണ് കത്തോലിക്ക സഭയുടെ അധിപനായ മാർപ്പാപ്പ. അപ്പോൾ ആര് മാർപ്പാപ്പയായാലും അദ്ദേഹം ലാറ്റിൻ സഭ അംഗമായിരിക്കണം. അദ്ദേഹം ലാറ്റിൻ സഭയുടെ തലവനും ആണ്, റോമയിലെ ബിഷപ്പുമാണ്. പിന്നെ എങ്ങനെയാണ് കത്തോലിക്ക സഭ ലോകം മൊത്തം വ്യാപിക്കുന്നത്? 23 വ്യക്തിസഭയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പണ്ട് കാലങ്ങളിൽ, അതായത് റോമിന്റെ വത്തിക്കാന്റെ പരമാധികാരത്തിൽ ഉണ്ടായിരുന്ന മാർപ്പാപ്പ മതം വ്യാപിക്കുന്ന ഫലമായിട്ട് ഇമ്പീരിയലിസത്തിന്റെ ഭാഗമായിട്ട് ലോകം മുഴുവൻ മിഷണറി പ്രവർത്തനമായിട്ട് കത്തോലിക്ക സഭ വ്യാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവർ ലോകത്തിലെ എല്ലായിടത്തേക്കും മിഷണറിമാരെ അയച്ചിരുന്നു. അങ്ങനെ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് ഓൾറെഡി കത്തോലിക്ക സഭയിലെ കത്തോലിക്ക സിസ്റ്റത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1500 വർഷങ്ങളോളം കത്തോലിക്ക സഭയുടെ പൂർണ്ണമായ പിടിയിലായിരുന്നു യൂറോപ്പ്. തുടർന്നാണ് യൂറോപ്പിന് വെളിയിലേക്ക് വ്യാപിക്കാൻ വേണ്ടിയിട്ട് അവർ മിഷണറി പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെ ഇന്ത്യയിലും എത്തി. അങ്ങനെ ഇന്ത്യയിൽ എത്തിയപ്പോഴാണ് അവർക്ക് കൂടുതൽ ആയിട്ടുള്ള വെല്ലുവിളി നേരിടേണ്ടി വന്നത്. ഇന്ത്യയിൽ ഓൾറെഡി നേരത്തെ തന്നെ ക്രിസ്ത്യാനിറ്റി വ്യാപിച്ചിരുന്നു. പോപ്പിനെ പറ്റി അറിവില്ലായിരുന്നെങ്കിൽ ക്രിസ്ത്യാനിറ്റി നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്ന ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തില് അവർ അധിനിവേശം നടത്തുകയും ലാറ്റിൻ പാരമ്പര്യവും ആചാരങ്ങളും അടിച്ചേൽപ്പിച്ചുകൊണ്ട് ലാറ്റിനൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കാത്തോലിക്ക സഭ രണ്ട് വിഭാഗമായിട്ടും ഇന്ത്യയിൽ, കേരളത്തിൽ കുന്നംകുരിശ് സത്യാഗ്രഹം വഴി സ്വതന്ത്രമാവുകയും തുടർന്ന് ചർച്ച് ഓഫ് ഈസ്റ്റ് കാൽദിയൻ പാരമ്പര്യം പിന്തുടരുന്ന ഒരു സഭയെ മാർപ്പാപ്പ ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയായിട്ട് വഹിച്ചു. അങ്ങനെയാണ് സീറോ മലബാർ സഭ, അതായത് സിറിയൻ കേരള സഭ എന്ന രീതിയിൽ ഒരു സഭ രൂപീകരിക്കുകയും അത് കേരളത്തിൽ ഇപ്പോൾ ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നു. മറ്റൊരു സഭയാണ് മലങ്കര കത്തോലിക് സഭ. നേരത്തെ പറഞ്ഞ കുരിശ് സത്യാഗ്രഹം വഴി മാർപ്പാപ്പയുമായി വേർപിരിഞ്ഞ ഈ മലങ്കര സുറിയാനി ക്രിസ്ത്യാനികൾ, മലങ്കര ക്രിസ്ത്യാനികൾ യാക്കോബായ ഓർത്തഡോക്സ് ഭാഗങ്ങളായി മാറുകയും അവരിൽ നിന്ന് പുനരയിക്കപ്പെട്ട് മാർപ്പാപ്പയിലേക്ക് തിരിച്ചിരിക്കുകയും ചെയ്തിരുന്ന ചർച്ച് ഓഫ് വെസ്റ്റ് മലങ്കര കത്തോലിക്സ് എന്ന് അറിയപ്പെടുകയും ചെയ്യും. അപ്പൊ അവർ രണ്ടുപേരും ലാറ്റിൻ സഭയുടെ ഭാഗമല്ല, അവർ രണ്ടുപേരും സ്വതന്ത്ര സഭയാണ്. പക്ഷെ മാർപ്പാപ്പയുടെ ആത്മീയ അധികാരങ്ങളെയും അംഗീകരിക്കുന്ന ഒരു വ്യക്തി സഭകളായിട്ട് മാറും. അങ്ങനെ ഉക്രൈൻ സഭ, അന്ത്യോക്യൻ സഭ, ഗ്രീക്ക് സഭ തുടങ്ങിയിട്ടുള്ള നിരവധി സഭകൾ, ചെറുതും വലുതുമായിട്ടുള്ള നിരവധി സഭകൾ ചേർന്നുള്ള 23 സഭകളുടെ ഒരു കോൺഫെഡറേഷനാണ് കാത്തോലിക്ക സഭ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭയാണ് കേരളത്തിൽ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞ 3 സഭകൾ. ഇതാണ് ഇതിന്റെ ഒരു ചരിത്രം. അപ്പൊ നമുക്ക് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി ഒന്ന് സംസാരിക്കാം. എങ്ങനെയാണ് ഈ മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുക? മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്ന വിധം എങ്ങനെയാണ്? ഒരു മാർപ്പാപ്പ ദിവംഗതനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണാധികാരം കാർഡിനൽസ് ആണ്. അതിനു മുമ്പ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയേണ്ടതുണ്ട്. കാത്തോലിക് സഭയുടെ സ്ട്രക്ചറിന്റെ ആദ്യത്തെ ഹൈറാർക്കിയുടെ ആദ്യത്തെ പൊസിഷൻ നിൽക്കുന്ന ആളാണ് മാർപ്പാപ്പ. ഹീസ് വൺ മാൻ, ഒറ്റ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കാത്തോലിക്ക സഭയിൽ ഒരു മാർപ്പാപ്പ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും തരത്തിലൊരു അവകാശവാദം മറ്റൊരു തരത്തിൽ ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എതിർ മാർപ്പാപ്പ എന്നാണ് അറിയപ്പെടുന്നത്. ഔദ്യോഗികമായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. രണ്ടാമത്തെ സ്ട്രക്ചർ വരുന്നത് കാർഡിനൽസ് ആണ്. അതായത് കാർഡിനൽസ് ഒന്നിലധികം ഉണ്ടാവും. 180ഓളം കാർഡിനൽസ് ഇപ്പോൾ ലഭ്യമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തൊട്ടടുത്ത സ്ഥാനമാണ് മാർപ്പാപ്പയെ ഭരണത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാനമാണ് കാർഡിനൽസ്. അവരൊരു ഇലക്ടറൽ കോളേജായിട്ടും വർത്തിക്കുന്നു. മൂന്നാമത്തേതായിട്ട് വരുന്നത് മെത്രാന്മാരാണ്. മെത്രാന്മാർ എന്ന് പറയുന്ന സംവിധാനം കാർഡിനൽസ് പൂർണ്ണ വത്തിക്കാനിൽ കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനമെങ്കിൽ മെത്രാന്മാർ സഭകളെ നയിക്കാൻ നിയുക്തരായപ്പെട്ടിരിക്കുന്ന ആളാണ്. മാർപ്പാപ്പയിൽ നിന്ന് അധികാരം ഏറ്റെടുത്തുകൊണ്ടാണ് അവർ മാർപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിച്ച് അവരുടെ സഭയെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നയിക്കുന്നു. ഭൗതിക സ്വത്തുക്കളുടെ അവകാശവും മെത്രാന്മാരിൽ നിക്ഷിപ്തമാണ്. പിന്നീടാണ് അവരെ സഹായിക്കാനായിട്ട് പ്രീസ്റ്റ്, വൈദികർ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടായിരിക്കുന്നത്.
ഈ വൈദികർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഇടവക ഭരണം, അതായത് ഈ രൂപതയെ മെത്രാൻ നയിക്കുമെങ്കിൽ സഭയെ മെത്രാനെ സഹായിക്കാൻ ഇടവകകളായി വിഭജിച്ചുകൊണ്ട് ഓരോ ഇടവകയെ യൂണിറ്റായി തിരിച്ചുകൊണ്ട് അവർ ഭരണം നടത്തുന്നു. ഭരണമല്ല, മെത്രാന് പകരമായിട്ട് അവർ മെത്രാനെ സഹായിക്കാനായിട്ടുള്ള ആളുകളാണ് ഈ പ്രീസ്റ്റ് എന്ന് പറയുന്നത്. പ്രീസ്റ്റിന് തൊട്ട് താഴെ വരുന്നവരാണ് ഡീക്കൺസ്. മെത്രാന്മാർ പ്രീസ്റ്റ് ആവുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ് ഡീക്കൺസ്. ഡീക്കൺസിന് കാര്യമായ റോളുകളൊന്നുമില്ലെങ്കിലും അവർ അടുത്ത പ്രീസ്റ്റ്ഹുഡിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണ്. അവർ ഈ പ്രീസ്റ്റുമാരെ കാര്യങ്ങളിൽ സഹായിക്കാറുണ്ട്. പിന്നീട് വരുന്ന ഏറ്റവും അവസാനത്തെ വിഭാഗമാണ് ലേറ്റീസ്, ഭക്തന്മാർ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്ന വിഭാഗം. അവരാണ് സാധാരണക്കാർ. അവരാണ് ഈ വിശ്വാസി സമൂഹം എന്ന് പറയുന്നത്. ഭക്തന്മാർ അല്ലെങ്കിൽ അവർ ആണ് ഈ അൽമായർ എന്നും അറിയപ്പെടുന്നത്. ഈ സ്ട്രക്ചറിനകത്ത് നേരത്തെ പറഞ്ഞ പോപ്പ് എന്ന് പറയുന്ന ഏകശില ആണ്, ഏക ഹെഡാണ് എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ മരണശേഷം എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന് പകരം ഒരാളെ തിരഞ്ഞെടുക്കണം. ആരാണ് തിരഞ്ഞെടുക്കുന്നത്? കാർഡിനൽസ് കോളേജ്, അതായത് മാർപ്പാപ്പായുടെ തൊട്ട് താഴെ അദ്ദേഹത്തെ പഠനത്തിൽ സഹായിക്കുന്ന ഒരു കാർഡിനൽസ് സംവിധാനം ഉണ്ടല്ലോ. ആ സംവിധാനത്തിലാണ് കാർഡിനൽസ് ആണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. ആരായിരിക്കും മാർപ്പാപ്പ? മാർപ്പാപ്പമാർ ഒരിക്കലും ഒരു പ്രീസ്റ്റ് ആവാൻ നിർബന്ധമില്ല, ഒരു പ്രത്യേകം സ്വീകരിച്ച ആകാൻ നിർബന്ധമില്ല. ആരായിരിക്കണം മാർപ്പാപ്പയാകാനുള്ള യോഗ്യത? എന്തായിരിക്കണം മാർപ്പാപ്പയാകാനുള്ള യോഗ്യത? അദ്ദേഹം ഒരു കത്തോലിക്കനായിരിക്കണം, അദ്ദേഹം മാമോദിസ സ്വീകരിച്ചിരിക്കണം, അദ്ദേഹം ഒരു പുരുഷനായിരിക്കണം. ഈ 3 കാര്യങ്ങളിൽ മാത്രമാണ് നിബന്ധന. കാർഡിനൽ കോളേജസ് അല്ലാതെ വേറെ ആർക്കും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. കാർഡിനൽ കോളേജസിന് മാത്രമേ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർ തിരഞ്ഞെടുക്കുന്നയാൾ ഒരിക്കലും ഒരു പ്രീസ്റ്റ് ആവുന്ന യാതൊരു നിർബന്ധവുമില്ല. ഒരു കാത്തോലിക്കനും ഒരു പുരുഷനും ഒരു മാമോദിസ സ്വീകരിച്ച വ്യക്തിയും ആയാൽ മാത്രം മതി എന്നുള്ളതാണ് ഒരു കൗതുകകരമായ കാര്യം. കാർഡിനൽസ് ഒരു മാർപ്പാപ്പയുടെ മരണശേഷം ചിന്തിക്കുകയാണ്, തങ്ങളിലോ മെത്രാന്മാരിലോ വൈദികരിലോ ഡീക്കന്മാരിലോ ഇവൻ സന്യസ്തരിൽ പോലുമോ ഒരു അനുയോജ്യനായ വ്യക്തി ഞങ്ങൾ ഇല്ല മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ എന്നുണ്ടെങ്കിൽ അവർക്ക് കത്തോലിക്ക വിശ്വാസികൾ അൽമായരിലേക്ക് കണ്ണുകൾ പായിക്കാവുന്നതാണ്. ഈ 3 നിബന്ധനകൾ പാലിച്ചാൽ മതി. അയാൾ ഒരു അൽമാരിഡ് ആയിരിക്കണം, അയാൾ ഒരു പുരുഷനായിരിക്കണം, അയാൾ ഒരു കാത്തോലിക്കനായിരിക്കണം. ആണെങ്കിൽ അങ്ങനെ അയാളെ തിരഞ്ഞെടുക്കുകയും അവയെ പ്രീസ്റ്റാക്കി മാറ്റി പിന്നീട് മെത്രാനാക്കി മാറ്റി അദ്ദേഹത്തെ പിന്നീട് മാർപ്പാപ്പയായിട്ട് അവരോധിക്കാവുന്നതാണ്. പക്ഷെ കാർഡിനൽസിന് ഈ അധികാരം, അതായത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഒരിക്കലും എടുത്തു മാറ്റാവുന്നതില്ല. മെത്രാന്മാർക്കോ വൈദികർക്കോ വിശ്വാസികൾക്കോ ഒന്നും തന്നെ ആ ഒരു അധികാരത്തെ കൈകടത്താൻ പറ്റില്ല. കാർഡിനൽ കോളേജുകൾ മാത്രമാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ഏക അവകാശികൾ. ഇതാണ് മാർപ്പാപ്പ തിരഞ്ഞെടുപ്പ്. അതിനെ പറയുന്ന പേരാണ് കോൺക്ലേവ് എന്ന് പറയുന്നത്. കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പയാകാൻ ലാറ്റിൻ റൈറ്റിൽപ്പെട്ട വിശ്വാസികൾക്കോ അച്ഛന്മാർക്കോ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള സംശയമുണ്ട്. പക്ഷെ അതല്ല, ഏതൊരു റീത്തിൽപ്പെട്ട കത്തോലിക്ക വിശ്വാസിക്കും മാർപ്പാപ്പ ചെയ്യാൻ സാധിക്കും. പക്ഷേ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം യാതൊരു കാരണവശാലും അദ്ദേഹത്തിന്റെ മാതൃ റൈറ്റിൽ നിന്ന് ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ മാർപ്പാപ്പ എന്ന നിലയിൽ റോമിന്റെ ബിഷപ്പ് എന്ന നിലയിൽ അനുഷ്ഠിക്കാൻ പാടില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും ലാറ്റിൻ റൈറ്റിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഫോളോ ചെയ്യേണ്ടതാണ്. കാരണം ഒരു ലാറ്റിൻ സഭയുടെ ഹെഡും കൂടിയാണ് മാർപ്പാപ്പ.